ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു സോയാ സെൻസിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. കുറച്ച് ഈത്തപ്പഴം, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കട്ടാക്കിയതാണ്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ സോയാ സെൻസ് ഞാൻ ഉപ്പിട്ട് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് മസാല ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ സോയ ഞാൻ നന്നായി കഴുകി പിഴിഞ്ഞ് നല്ല ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ദിവസം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ടിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. നന്നായി ഇത് കുഴച്ച് സെറ്റാക്കിയിട്ട് മാറ്റി വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം മൂപ്പിച്ചെടുക്കും. ഇത് മൂത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കും. ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് ഈത്തപ്പഴമാണ്. ഇത് കുറച്ച് നല്ല ഉടച്ചെടുക്കണം. നല്ല സ്മൂത്തായതാണ്, അതുകൊണ്ട് വേഗം ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ചതച്ചെടുക്കാം. പിന്നെ കായം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇത്ര സാധനമാണ് വേണ്ടത്. സുർക്ക. നമുക്കത് വറുത്ത് കോരിയതിന് ശേഷം വയ്ക്കും. ഇത് വറുത്ത് കോരിയിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് മസാല ഇട്ട് ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. സാദാ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഇടാം. ഒരു നുള്ള് മഞ്ഞളിടാം. നന്നായിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇതിൽ പൊരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഉപ്പിടാം. സെറ്റാക്കി ഇതിലേക്ക് സോയാ സോസ് സെറ്റാക്കിയതിലേക്ക് സുർക്ക ഒഴിക്കണം. നമുക്ക് ഇറക്കി വെച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നമ്മളെ സോയ അച്ചാർ റെഡി. അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ.